ഹലോ എവരി വൺ. യെസ്, ദ ഗിഫ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സമ്മറി, അതായത് മലയാളം എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും അധികം ചോദിച്ച കാര്യം. അതിൻ്റെ നോട്ട്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പിന്നെ സമ്മറി, ഇംഗ്ലീഷ് സമ്മറി, അത് കൂടാതെ നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻറ്റ് ചെയ്ത ഒരു മലയാളം സമ്മറി അടക്കം എല്ലാ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ദ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കറക്റ്റ് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വെറുതെ ഇരിക്കരുത്, നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ജസ്റ്റ് വെറുതെ കേട്ട് പോകരുത്, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് കാണാം. ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. എല്ലാവരും നോട്ട്ബുക്കും പെന്നും എടുത്ത് റെഡി ആയെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിഫ്റ്റ് എന്ന ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു, ഷോർട്ട് സ്റ്റോറിയാണ്. സോ ചാപ്റ്റർ ഓർമ്മ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഓഥർ എൻറ്റർ ദി എംപ്റ്റി സർക്കുലർ ബസ്? എന്തിനാണ് അദ്ദേഹം ആ ബസ്സിൽ കയറിയത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ ആൻസർ പറയുന്നത് ജസ്റ്റ് പോയിൻ്റ് മാത്രമാണ്. എന്താണോ ആൻസറിന് ആവശ്യമുള്ളത് അത് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ജസ്റ്റ് ആൻസർ നോക്കാം. ദി ഓഥർ വാണ്ടഡ് ടു വിസിറ്റ് ദ ടൂംബ് ഓഫ് ദി ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ ആണെങ്കിൽ ഇത്ര മതി. പക്ഷേങ്കിൽ അതിൽ കൂടുതൽ മാർക്കിന് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നിങ്ങളുടേതായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട്സ് എഴുതാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി മാത്രം ഞാൻ ഷോർട്ടായിട്ട് ശരിയായ ആൻസറിൻ്റെ പോയിന്റ് മാത്രം പറയുന്നത്. 1 മാർക്കിനോ 2 മാർക്കിനോ ഇത് മതി. അതിൽ കൂടുതലായി ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി കാര്യം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദി ഓഥർ? എന്തുകൊണ്ടാണ് ഓഥർ എന്താണ്, ഈ എഴുതിയ ആളാണ് ഓഥർ എന്ന് പറയുന്നത്. എൻറ്റർ ദ എംപ്റ്റി സർക്കുലർ ബസ്. എന്തുകൊണ്ടാണ് കയറിയത്? നമ്മൾ കഥയിൽ വായിച്ചതല്ല. എന്തിനാണ്? ഷെല്ലി എന്ന പോയറ്റിൻ്റെ കല്ലറ കാണാനായിരുന്നു കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാം അല്ലേ? ബിക്കോസ് ഇങ്ങനെ എഴുതാം, ദ ഓഥർ എൻറ്റേർഡ് ദ എംപ്റ്റി സർക്കുലർ ബസ് ബിക്കോസ് ഹി ഹാഡ് ഹേർഡ് ദാറ്റ് ദ ടൂംബ് ഓഫ് ദ ഫേമസ് പോയറ്റ് ഷെല്ലി വാസ് ഓൺ ദ റൂട്ട്. അങ്ങനെയൊക്കെ എഴുതാം. പക്ഷേങ്കിൽ പോയിന്റ് എന്താണ്? ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എന്തിനാണ് വന്നത്? ദി ഓഥർ വാണ്ടഡ് ടു വിസിറ്റ് ദ ടൂംബ് ഓഫ് ദ ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. എന്താ, ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ കല്ലറ കാണാനായിരുന്നു ഓഥർ ആ ബസ്സിൽ കയറിയത് അല്ലേ? നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഞാൻ ഓരോന്നിനും പറയുന്നില്ല, നിങ്ങളിങ്ങനെ മാറ്റം വരുത്തണം. അത് ഈസിയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. വൈ വാസ് ഇറ്റ് നോട്ട് ഡിഫിക്കൾട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ് ഓഫ് റോം? എന്തുകൊണ്ടായിരുന്നു റോമിലെ ബസ്സുകളിൽ സമയം ചെലവാക്കാൻ ബുദ്ധിമുട്ടല്ലായിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനേ, ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൾട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ മെയിൻ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെയും പറഞ്ഞ കാര്യം എന്താണ്? The buses offered pleasant views of stone mansions, marble statues and gardens. അത് നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞല്ലേ, ബസ്സിലൂടെ പോകുമ്പോൾ തന്നെ അതിന് ലൈനിങ് ആയിട്ട് വലിയ വലിയ കല്ലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങൾ, മാർബിൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ, അതുപോലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരുപാട് പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്തില്ലായിരുന്നത്, ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ബോറടിക്കാണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രോംപ്റ്റഡ് ദി ഓഥർ ടു ബൈ എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്? എന്തായിരുന്നു ഓഥറിനെ, അതായത് എസ് കെ പൊറ്റക്കാടിനെ ഒരു ബൊക്കെ ഫ്ലവർ വാങ്ങാൻ പ്രേരിപ്പിച്ചത്? എന്തായിരുന്നു? നമ്മൾ പഠിച്ചല്ലേ, ദ ഫ്രഷ്നെസ് ഓഫ് ദ ഫ്ലവേഴ്സ്, പൂക്കളുടെ ഫ്രഷ്നെസ്, ദ ഗേൾസ് സ്മൈൽ, ആ കുട്ടിയുടെ പുഞ്ചിരി, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഷെല്ലിയോടുണ്ടായിരുന്ന റെസ്പെക്റ്റ്. ഇതായിരുന്നു 3 പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ വലുതാക്കിയതും എങ്ങനെ എഴുതും? എന്താ, the freshness of the flowers, the girl's smile and respect for Shelley, and the author's respect for Shelley prompted the author to buy a bouquet of flowers. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അങ്ങനെയാണ് ആൻസർ വലുതാക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ മാറ്റാം. നെക്സ്റ്റ്, വൈ ഡിഡ് ദി ഓഥർ ഫീൽ പിറ്റി ഫോർ ദി മാൻ ഇൻ യൂണിഫോം? എന്തുകൊണ്ടാണ് യൂണിഫോമിലുണ്ടായിരുന്ന ആ മനുഷ്യനോട് ഓഥറിന് സഹതാപം തോന്നിയത്? ഓർമ്മയുണ്ടല്ലോ ക്യാരക്ടറിനൊക്കെ. എന്തുകൊണ്ടായിരുന്നു? ദ മാൻ വാസ് ഗാർഡിങ് എ സെമിറ്ററി. അയാളുടെ ജോലി എന്തായിരുന്നു? ഒരു സെമിറ്ററിക്ക് കാവൽ നിൽക്കുക എന്നായിരുന്നു. വിച്ച് സീംഡ് സാഡ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്, വളരെ സങ്കടമായിട്ടുള്ളത്. അൺഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലാത്ത, അതായത് പ്രാധാന്യമില്ലാത്ത അല്ലേ, അങ്ങനത്തെ ഒരു ജോലിക്ക് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഇല്ല. അത്രയും പ്രാധാന്യം ഇല്ലാത്തൊരു ജോലി ആയതുകൊണ്ട് ഓഥറിന് സഹതാപം തോന്നി. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോയിന്റ്സ് മാത്രം എനിക്ക് പറ്റുന്ന അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. വൈ ഡിഡ് ദി ഓഥർ ബിക്കം ഡെസ്പറേറ്റ്? എന്തുകൊണ്ടായിരുന്നു ഓഥർ ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ട അവസ്ഥ? സങ്കടം, എല്ലാ ഇമോഷൻസ് ഒരുമിച്ച് വന്നു അല്ലേ? എന്തായിരുന്നു കാരണം അതിൻ്റെത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വൈ ദി ഓഥർ ബിക്കേം ഡെസ്പറേറ്റ്
When he realizes that Shelley's tomb is not in the cemetery he is in. അദ്ദേഹമുള്ള സെമിത്തേരിയിലായിരുന്നില്ല ഷെല്ലിയുടെ കല്ലറ എന്നറിഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹം വളരെ ഡെസ്പറേറ്റ് ആയത്. ഹീ നോസ് ദാറ്റ് ദ സെമിറ്ററീസ് വിൽ ക്ലോസ് ബൈ സൺസെറ്റ് ലീവിങ് ഹിം അൺഷുവർ ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു സെമിത്തേരികൾ സൺസെറ്റ് എന്ന് പറയുമ്പം സൂര്യാസ്തമയം ആകുമ്പോഴേക്കും പൂട്ടും, അതായത് അടക്കും. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു, അൺഷുവർ, ഉറപ്പില്ലായിരുന്നു ഇനി എന്ത് ചെയ്യണം, ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. അതുകൊണ്ടായിരുന്നു ഓഥർ ഡെസ്പറേറ്റ് ആയത്. നെക്സ്റ്റ്, വൈ ഡസ് ദ ഓഥർ അബാൻഡൻ ദി ഐഡിയ ഓഫ് ലീവിങ് ദ സെമിറ്ററി. എന്തുകൊണ്ടായിരുന്നു ഓഥർ സെമിത്തേരി നിന്ന് പോകാം എന്ന വിചാരത്തെ അബാൻഡൻ ചെയ്തത്, ഒഴിവാക്കിയത്? എന്തുണ്ടായിരുന്നു കാരണം? ഒരു കാരണം കണ്ടല്ലോ, നമ്മളിങ്ങനെ എത്തി നോക്കിയപ്പോൾ എന്താ കണ്ടത്, വളരെയധികം ശാന്തവും. ദ സെമിട്രീസ് കാം ആൻഡ് അട്രാക്റ്റീവ് സെറ്റിംഗ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റേ. സെമിത്തേരിയുടെ ശാന്തവും അട്രാക്റ്റീവ് മനോഹരമായ ആ ഒരു സെറ്റിംഗ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ വന്ന് നിന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയാലോ എന്നൊരു ബോധമുണ്ടായി. അങ്ങനെ എന്താണ്, അവിടുന്ന് പോകണ്ട എന്ന് വിചാരിച്ചു. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദി ഓഥർ ഫീൽ അബൌട്ട് ദ സെമിറ്ററി. സെമിറ്ററിയെ പറ്റി എന്തായിരുന്നു ഓഥർ വിചാരിച്ചത്? ദി ഓഥർ ഫെൽറ്റ് ദാറ്റ് സെമിറ്ററി വാസ് എ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. പറഞ്ഞാണല്ലോ, അതായത് മരണത്തിൻ്റെ ഒരു മണവാട്ടികളുടെ മുറിയാണ് ബ്രൈഡൽ റൂം എന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടിയുള്ള ഒരു മണവാട്ടിയുടെ റൂം പോലെയായിരുന്നു എന്ത് തോന്നിയത്, ഓഥറിന് സെമിറ്ററിയെ തോന്നിയത്. ഇതൊക്കെ നോട്ട് ചെയ്യണം, വെറുതെ കേട്ട് വെറുതെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ തിങ്സ് ദി ഓൾഡ് കപ്പിൾ ബ്രോട്ട് ടു ദ ടൂം ഓഫ് ദെയർ സൺ. എന്തൊക്കെ സംഭവങ്ങളായിരുന്നു ആ വയസ്സായ കപ്പിൾ അവരുടെ മകൻ്റെ ടൂമ്പിൽ കാണാൻ വന്നപ്പോൾ, ടൂമ്പ് സന്ദർശിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നത്? ജസ്റ്റ് ഞാൻ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനെ ഞാൻ വലുതാക്കാൻ പറഞ്ഞുതരാം. എ ലാർജ് ബുക്കേ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് എ ന്യൂ ടോയ് എയർപ്ലെയിൻ. ജസ്റ്റ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അത് നമുക്ക് എങ്ങനെ മാറ്റാം? ദി ഓൾഡ് കപ്പിൾ ബ്രോട്ട്, ഫസ്റ്റ് പോയിൻ്റായ the old couple brought a large bouquet of flowers and a new toy airplane. പിന്നെന്താ വേണ്ടത്? To the tomb of their son. The old couple brought a large bouquet of flowers and a new toy airplane to the tomb of their son. അങ്ങനെയാണ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. ജസ്റ്റ് പോയിന്റ് മാത്രമാണെങ്കിൽ എന്ത് മതി? എ ലാർജ് ബുക്കേ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് എ ന്യൂ ടോയ് എയർപ്ലെയിൻ, അങ്ങനെ മതി. നെക്സ്റ്റ്, വൈ ഡിഡ് ദ ഓൾഡ് കപ്പിൾ ഷെഡ് നോ ടിയേഴ്സ്. എന്തുകൊണ്ടായിരുന്നു ആ വൃദ്ധരായ കപ്പിളിൻ്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല, ഒന്ന് കമൻസിൽ അറിയിക്കണേ. കപ്പിളിൻ്റെ മലയാളം എന്തായിരുന്നുള്ള? കപ്പിൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ്, പക്ഷേ ഒരു വാക്കുണ്ട് മലയാളത്തിൽ, അത് മറന്നു എന്നോട്, അതൊന്ന് പറഞ്ഞാൽ. യെസ്, എന്തുകൊണ്ടായിരുന്നു അവർ കരയാതിരുന്നത്? ഷെഡ് നോ ടിയേഴ്സ് പറഞ്ഞാൽ കരച്ചിൽ വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ഇതിൻ്റെ ആൻസർ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ഇതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ ആൻസർ ആയിരിക്കും, എൻ്റെ അഭിപ്രായത്തിൽ വേറെ ആൻസർ ആയിരിക്കും. പക്ഷേ ഞാനൊരു ആൻസർ പറയുന്നത് എന്താണ്, കാരണം അവരിങ്ങനെ ഓരോ തവണയും 35 വർഷമായല്ലേ, അപ്പോൾ അങ്ങനെ പോയി അവർക്കിതിപ്പോൾ എന്തായി, ഒരു റൊട്ടീൻ പോലെ എല്ലാ ദിവസവും ഒരാഴ്ചയിലോ അല്ലെ ഒരു മാസത്തിലോ ഒരു സന്ദർശനം പോലെ മാറി. അതെന്തില്ല, അവർക്കൊരു സങ്കടകരമായ ഒരു പ്രോസസ്സല്ല, അവർക്കത് മാറി. അവരിപ്പോൾ ജസ്റ്റ് അവരുടെ മകനെ കാണാൻ പോകുന്ന പോലെയായി. അതുകൊണ്ട് എന്തില്ല, അവർക്കതൊരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവമല്ല, ജസ്റ്റ് അവരൊരു യൂഷ്വൽ വിസിറ്റ് പോലെ അവർക്ക് തോന്നി. ആ രീതിയിലാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതനുസരിച്ച് ആൻസർ മാറ്റാം. ഞാൻ അവിടെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദേ വർ ട്രീറ്റിംഗ് ദ വിസിറ്റ് ആസ് എ റുട്ടീൻ ബിലീവിങ് ദെയർ സൺ വാസ് സ്റ്റിൽ എ ചൈൽഡ്. അവർക്ക് അതെന്ത് മാത്രമായിരുന്നു, ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രോസസ്സായിരുന്നു. ബിലീവിങ് ദെയർ സൺ വാസ് സ്റ്റിൽ എ ചൈൽഡ്. അവരുടെ മകൻ ഇപ്പോഴും ഒരു ചെറിയ കുട്ടി തന്നെയാണ് എന്ന വിശ്വാസത്തോടെ അവർ എപ്പോഴും കാണാൻ വരുന്ന പോലെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവരെന്തായത് കരയാതിരുന്നത്. ഞാൻ പറഞ്ഞാൽ ഇതിന് വേറെ ആൻസേഴ്സും ഉണ്ടാവും. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ ഓഥർ ഡു ആഫ്റ്റർ ദി ഓൾഡ് കപ്പിൾ ഹാഡ് ലെഫ്റ്റ് ദ ടൂം ഓഫ് ദെയർ സൺ. ആ വൃദ്ധരായ കപ്പിള് ടൂമ്പിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ ഓഥർ എന്ത് ചെയ്തു? എസ്കേപ്പ് ഒറ്റക്കാട് എന്ത് ചെയ്തു? എന്തായിരുന്നു, ആ ഷെല്ലിക്ക് വേണ്ടി കൊണ്ടുവന്ന ബുക്ക് എവിടെ വെക്കണം എന്നിങ്ങനെ വിചാരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഹി പ്ലേസ്ഡ് ഹിസ് ബുക്കെ അറ്റ് ദ ടൂം ഓഫ് ചിക്കോയുടെ കല്ലറയുടെ മുകളിൽ അദ്ദേഹം വൃദ്ധരായ കപ്പിൾ പോയപ്പോൾ ആ ബുക്കെ വെച്ചു. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ ഓഥർ വാട്ട് വുഡ് ബി ദ ഓൾഡ് കപ്പിൾസ് കോൺസെപ്റ്റ് അബൌട്ട് എ ബിറേവ്ഡ് സൺ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓഥറിൻ്റെ അഭിപ്രായത്തിൽ
എന്തായിരിക്കും അവരുടെ ആ അച്ഛൻ്റെയും അമ്മയുടെയും കോൺസെപ്റ്റ്, അവരുടെ മനസ്സിലുള്ളൊരു ഐഡിയ എന്തായിരിക്കും? അവരുടെ ബിറീഡ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോയ അവരുടെ മകൻ്റെ കുറിച്ച് അവർ എന്തായിരിക്കും വിചാരിക്കുന്നത്? അതാണ് ചോദിക്കുന്നത് ഓഥറിൻ്റെ അഭിപ്രായത്തിൽ. നെക്സ്റ്റ് എന്താണ് ആൻസർ? ദേ സോ ദേ സൺ ആസ് എ 9-year-old ബോയ് നോട്ട് ആസ് എൻ അഡൾട്ട്. അത് പറഞ്ഞല്ലേ, ഇപ്പോൾ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ 44 വയസ്സുള്ള ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അവരുടെ മനസ്സിൽ അവർ കണ്ടത് എങ്ങനെയാണ്? അവരുടെ മകനെ ആസ് എ 9-year-old ബോയ്. അവർ മരണപ്പെട്ടപ്പോൾ 9 വയസ്സായിരുന്നു, ഇപ്പോഴും അവൻക്ക് 9 വയസ്സ് തന്നെയാണെന്നാണ് അവർ വിചാരിച്ചത്. നോട്ട് ആസ് എൻ അഡൾട്ട്. അവരെന്തായില്ല, ഒരു മുതിർന്ന ഒരാളായിട്ട് ആ കുട്ടിയെ മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല. അവരിപ്പോഴും തന്നെയാണ് ഒരു കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുറച്ച് വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സെമിത്തേരീസ്, നമ്മുടെ സെമിത്തേരിയുടെ ഒരു പാരഗ്രാഫാണ് ഫസ്റ്റ് ചോദിച്ചത്. നമുക്ക് എഴുതിയാലോ? യെസ്, ക്ലിയർ അല്ല, നമുക്ക് സൂം വേണം, വേണ്ട, ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, പാരഗ്രാഫ് അബൌട്ട് ദ സെമിറ്ററി. The cemetery the author visited was quiet and peaceful. നമ്മുടെ എസ് കെ പൊറ്റക്കാട് സന്ദർശിച്ച സെമിത്തേരി ക്വയറ്റ് എന്ന അർത്ഥം എന്താണ്? നിശബ്ദം അഥവാ സൈലൻറ്റ്. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ സമാധാനം നിറഞ്ഞ, അങ്ങനെയാണ് അർത്ഥം. നെക്സ്റ്റ്, ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ഗ്രീൻ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് വിത്ത് റോസ് ഓഫ് ഗ്രേവ്സ് ദാറ്റ് ഹാഡ് സിമ്പിൾ ക്രോസസ് ആൻഡ് ബിഗർ മാർബിൾ സ്റ്റോൺസ്. അതിനെന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് ട്രീസും ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു. ഓരോ നിരനിരയായി ഗ്രേവ് എന്ന് പറഞ്ഞാൽ കല്ലറുകൾ ഉണ്ടായിരുന്നു. ചിലതിന് എന്തായിരുന്നു? സിമ്പിൾ ക്രോസ്, ചെറിയ കുരിശുകൾ ഉണ്ടായിരുന്നു. ചിലതിന് ബിഗർ മാർബിൾ സ്റ്റോൺസ്, ചിലതുണ്ടാക്കിയ എന്തിനൊക്കെ ഉണ്ടായിരുന്നു? മാർബിളിനെ കൊണ്ടുണ്ടാക്കിയ കളറുകളുണ്ടായിരുന്നു. ദ പ്ലേസ് ഫെൽറ്റ് കാം ആൻഡ് പീപ്പിൾ കെയിം ദെയർ ടു റിമെമ്പർ ദ ലവ് വൺസ് ഹു ഹാഡ് പാസ്ഡ് അവേ. ആ മൊത്തം ആ ഒരു ഏരിയ ഫുൾ വളരെ കാം എന്ന് പറഞ്ഞതാണ് സമാധാനം, അല്ലെങ്കിൽ കാമിൻ്റെ അതന്നെ അർത്ഥം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ എന്തിനായിരുന്നു ആൾക്കാർ വന്നിരുന്നത്? പീപ്പിൾ കെയിം ദെയർ ടു റിമെമ്പർ, അവരുടെ മരണപ്പെട്ടു പോയവരെ ഓർമ്മിക്കാൻ വേണ്ടി, മരണപ്പെട്ടു പോയ അവരുടെ വേണ്ടപ്പെട്ടവരെ ഓർമ്മിക്കാൻ വേണ്ടി അവർ വന്നൊരു സ്ഥലമായിരുന്നു ആ സെമിറ്ററി. ദ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേവ്സ് ഷോഡ് ദാറ്റ് എവറി പേഴ്സൺ ഹാഡ് ദെയർ ഓൺ സ്റ്റോറി ആൻഡ് ദ പീസ്ഫുൾ സെറ്റിംഗ് മേഡ് ഇറ്റ് ലൈക്ക് എ പ്ലേസ് ഓഫ് റെസ്പെക്റ്റ് ആൻഡ് റിഫ്ലക്ഷൻ. ഓരോ തരത്തിലുള്ള ഗ്രേവ്സ് അല്ല, സെയിം അല്ല, ഓരോന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ഓരോരുത്തർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരുന്നേനെ. അതേപോലെ തന്നെ അവിടെ ആ സെമിത്തേരിയുടെ പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായ ആ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് എന്നൊക്കെ പറയാം. ആ ഒരു സെറ്റിംഗ് എന്തുപോലെ തോന്നിച്ചു? ആ സ്ഥലത്തിന് റെസ്പെക്റ്റ്, നമ്മൾ ബഹുമാനം കൊടുക്കുന്നവർ വളരെ നമ്മളങ്ങനെ സെമിത്തേരി പോയ ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല, വളരെ റെസ്പെക്റ്റ് ചെയ്ത് മരണപ്പെട്ട നമ്മളും ഇതേപോലെ ഇവിടെ കിടക്കുന്നതാണ്, അങ്ങനത്തെ ഒരു ബോധം വരുന്നുണ്ട്. നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ഒരു സ്ഥലമായിരിക്കും സെമിത്തേരി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് ദ ഓഥർ കൺസിഡർ ദ സെമിറ്ററി ആസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്? എന്തുകൊണ്ടാണ് സെമിത്തേരിയെ മരണത്തിന് മണവാട്ടികളുടെ ഒരു റൂമാണ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു മീനിങ്ങിൽ പറഞ്ഞല്ലോ. എന്തായിരിക്കും അതിൻ്റെ കാരണം? The cemetery is called the bridal room of death because of its peaceful and decorated atmosphere. അതിൻ്റെ ശാന്തവും ഡെക്കറേറ്റഡ് എന്ന് പറയാൻ എന്താ കാരണം? നമുക്ക് അടുത്ത ലൈൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. Flowering trees and fresh bouquets on many graves make it look beautiful and cared for just like a bridal room. എന്തുപോലെ? അവിടെ ഒരുപാട് പൂക്കൾ നിറഞ്ഞ മരണങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഇങ്ങനെ സന്ദർശിക്കാൻ വരുമ്പോൾ എന്തും വെക്കും? ബൂക്കേ വെക്കുമല്ലോ. അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബൂക്കേ വെക്കുമ്പോൾ അതിനെ കാണുമ്പോൾ വളരെ സുന്ദരവും കാഡ് ഫോർ നമ്മളതിന് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം പോലെ തോന്നി, വളരെ ബ്യൂട്ടിഫുള്ളും. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സും ബൂക്കയൊക്കെ എന്താണ് ശരിക്കും ഒരു മണവാട്ടിയുള്ള റൂമും അതേപോലെ തന്നെയാണ് അല്ലേ. സോ ജസ്റ്റ് ലൈക്ക് എ ബ്രൈഡൽ റൂം. ഇവിടെ എനിക്ക് മെയ്ഡ് എന്നാണ് കേട്ടോ ഇവിടെ കറക്റ്റ്. ഫ്ലവറിങ് ട്രീസ് ആൻഡ് ഫ്രഷ് ബുക്കേസ് ഓൺ മെനി ഗ്രേവ്സ് മേഡ് ഇറ്റ് ലുക്ക് രണ്ടും കറക്റ്റിനാണ്. ഓക്കെ, മേക്ക് ഇറ്റ് ലുക്ക് യെസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്? ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് വിളിക്കാൻ കാരണം. നെക്സ്റ്റ്, ഓൺ എൻറ്ററിങ് ദ സെമിറ്ററി he felt as if he was slipping away from the land of the living.
വാട്ട് മെയ്ഡ് ഹിം ഫീൽ ലൈക്ക് ദാറ്റ്? സെമിറ്ററിയിൽ കയറിയപ്പോൾ ഓതറിന് എസ്കേപ്പ് ഒറ്റക്കാൻ തോന്നിയത് എന്താണ്? ലാൻഡ് ഓഫ് ലിവിങ്, ജീവിച്ചിരിക്കുന്നവരുടെ ഭൂമിയിൽ നിന്ന് അവിടുന്ന് തെന്നി മാറി മരണപ്പെട്ടവരുടെ ഭൂമിയിലേക്ക് പോകുന്ന പോലെ തോന്നി. എന്തായിരിക്കാം അതിൻ്റെ കാരണം? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്? ആൻസർ: ദി ഓത്തർ ഫെൽറ്റ് ദിസ് വേ because the cemetery was so quiet and calm, different from the busy, loud city. ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും? വളരെ ബിസി, അതേപോലെ ലൗഡ്, ഒരുപാട് സൗണ്ടൊക്കെയുള്ള സ്ഥലമായിരിക്കും സിറ്റി അല്ലേ. അപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഉണ്ടാവാൻ. പക്ഷേങ്കിൽ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി വളരെ ശാന്തവും വളരെ നിശബ്ദവുമായ ഒരു സെറ്റിംഗ് ആയിരുന്നു എന്തിൻ്റെത്? ഈ സെമിറ്ററിയുടെ. ദ പീസ്ഫുൾനെസ് മെയ്ഡ് ഹിം ഫീൽ ലൈക്ക് ഹി വാസ് സ്റ്റെപ്പിംഗ് അവേ ഫ്രം നോർമൽ ലൈഫ് ഫോർ എ ലിറ്റിൽ വൈൽ. കുറച്ച് നേരത്തേക്ക് ആ ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയർ ഓത്തറിനെ കൊണ്ട് തോന്നിപ്പിച്ചു സാധാരണ ജീവിതത്തിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിന്ന പോലെ ഓത്തറിനെ ഫീൽ ചെയ്യിപ്പിച്ചു. ഈ സെമിത്തേരിയിലേക്ക് കയറിയപ്പോൾ. ക്ലിയർ ആണല്ലോ? യെസ്, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. ശ്രദ്ധിക്കണ ആ വാക്ക്. ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താണ് ലെവലർ എന്ന് പറഞ്ഞാൽ? അതായത് എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ ഡെത്ത് എങ്ങനെയാണല്ലേ? ഡെത്തിന് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ഇത്ര വയസ്സുള്ള ആൾ ഈ ഇല്ല, അങ്ങനത്തെ ഒരു വേർതിരിവും ഇല്ലാതെയാണ് ഡെത്ത് വരുന്നത് അല്ലേ. അപ്പം ഡെത്ത് എല്ലാത്തിനെയും ഒരേപോലെ കണക്കാക്കുന്ന ഒന്നാണ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നോ? ഡു യു എഗ്രി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് ആൻസർ കൊടുക്കണം. ഡു യു എഗ്രി എന്നുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതിന് ആൻസർ കൊടുക്കണം. എന്തായാലും പറയാനേ യെസ് ഐ എഗ്രി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിനർത്ഥം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ യെസ് ഐ അഗ്രി എന്ന് പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണ് അവർ ചോദിക്കുന്നത്. നമുക്ക് പറഞ്ഞു കൊടുത്താലോ? യെസ്, ഡെത്ത് ട്രീറ്റ്സ് എവ്രി വൺ ദ സെയിം നോ മാറ്റർ ഇഫ് ദേ ആർ റിച്ച് ഓർ പുവർ. മരണം എല്ലാവരും ഒരേപോലെ കണക്കാക്കുന്നു. നോ മാറ്റർ നിങ്ങൾ പണക്കാരനാണോ അതോ പാവപ്പെട്ടവരാണോ എന്നുള്ളൊരു വേർതിരിവ് അവിടെയില്ല. ഇൻ ദി എൻഡ്, അവസാനം, എവ്രി വൺ റീച്ചസ് ദ സെയിം പോയിന്റ് ഇൻ ലൈഫ് ആൻഡ് തിങ്സ് ലൈക്ക് മണി ഓർ പവർ ഡോണ്ട് മാറ്റർ എനിമോർ. അവസാനം എല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരേ പോയിന്റിലേക്ക് എത്തും. ആ പോയിന്റ് എന്താണ്? മരണം എന്ന പോയിന്റിലെത്തും. ആ പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ നമ്മുടെ പവർ അല്ലേ, അതിന് ഒന്നിനെന്തില്ല, ഒരു കാര്യമില്ല. അതിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷോസ് that we are all equal when it comes to death. അത് കാണിക്കുന്നത് എന്താണ്? മരണത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. വി ആർ ഓൾ ഈക്വൽ. ക്ലിയർ ആണല്ലോ? ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ഇത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, why does the author compare the cemetery to a stage on which the light and the shade play of life's mysteries was being enacted? ഇതൊരു ലൈനാണ്, നമ്മുടെ ചാപ്റ്ററിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്ററിലുള്ള ലൈനാണ് അല്ലേ. അതായത് ഒരു സ്റ്റേജ് പോലെ ലൈഫിൻ്റെ നിഗൂഢതകൾ കാണിക്കുന്ന, അത് ഒരു നാടകമായി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജ് പോലെയായിരുന്നു ആർക്ക് തോന്നിയത്? സെമിത്തേരി ആർക്ക് തോന്നിയത്? ഓതറിന് തോന്നിയത്. എന്താവാം അതിൻ്റെ കാരണം? നോക്കാം. The author thought cemeteries were a stage where life's mysteries unfolded because of the variety of people buried there regardless of their status in life. അവിടെ എന്താണ്? ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. അവരുടെ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു, ചാപ്റ്ററിൽ പറഞ്ഞു, ഡ്യൂക്സ് ഉണ്ട്, തൊഴിലാളികളുണ്ട്, സാധാരണ ജോലിക്കാരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും എന്തുണ്ട് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അത് നെക്സ്റ്റ് ലൈൻ പറയുന്നത്, ഹി സോ ഡ്യൂക്സ്, ലോർഡ്സ് ആൻഡ് ഓർഡിനറി വർക്കേഴ്സ് റെസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് along with families and lovers visiting their loved ones. അപ്പോൾ അത് പറഞ്ഞു. നെക്സ്റ്റ്, the presence of these different characters, rich and poor, young and old, made the cemetery feel like a stage where emotions like love and loss played out quietly amid the rows of tombstones. ഇത് കുറച്ച് വലിയ ആൻസറാണ്, ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു നാടകം എടുത്താൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരാൾ പണക്കാരൻ, ഒരാളുണ്ടാവും, പാവപ്പെട്ടു പോയ ഒരാളുണ്ടാവും, വയസ്സായ ആളുണ്ടാവും, യങ് ആയിട്ടുള്ള വയസ്സ് കുറഞ്ഞ ഒരാളുണ്ടാവും, അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. അതേപോലെ എന്തായിരിക്കും കാണിക്കുന്നത്? ഓരോ ഇമോഷൻസ്. ചിലപ്പോൾ ആ കഥ പ്രണയത്തെക്കുറിച്ചായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും റിവെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പക വീട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ലേ. റിവെഞ്ചിൻ്റെ കറക്റ്റ് മലയാളം എന്താണ്? അത് സംഭവം മനസ്സിലല്ലോ. യെസ്. പിന്നെ വേറെ എന്താ ഉള്ളത്? ലോസ്. നമുക്ക്
ഒരാൾ വേർപാട്, ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ഇമോഷൻസും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തുപോലെ തന്നെയാണുള്ളത്, ഒരു നാടകത്തിലുള്ള സെയിം സംഭവം തന്നെയാണ് ഈ സെമിറ്ററി ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഓഥറിന് അങ്ങനെ തോന്നിയത്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ്, സെമിറ്ററീസ് കുഡ് ബി വെരി വെൽ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. ഡിസ്കസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെമിറ്ററികളെ എന്താണ്, സൈലൻറ്റ്, നിശബ്ദമായ ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമി, ഇമോഷൻസ്, വികാരങ്ങളുടെ നിശബ്ദമായൊരു യുദ്ധഭൂമിയാണ് സെമിറ്ററി എന്ന് പറയാൻ പറ്റും അല്ലേ? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ആൻസർ നോക്കിയാലോ. സെമിറ്ററീസ് ആർ കോൾഡ് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ് ബിക്കോസ് they are places where people come with strong feelings of love, sadness and loss for those who have died. Even though it's very quiet, the feelings are deep and people silently remember the ones they have lost. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പറയാൻ കാരണം അവിടെയാണ് ആൾക്കാർ വരുമ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് അവരോടുള്ള ഇഷ്ടം, അതേപോലെ സങ്കടം, അതേപോലെ വേർപാടിൻ്റെ ദുഃഖം, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകുന്ന സ്ഥലമാണ് സെമിറ്ററി. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, നമ്മളിപ്പം അവിടെ സെമിറ്ററി പോയപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ അവരുമായി ഉണ്ടായ നല്ല മെമ്മറി ആലോചിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, വളരെ സന്തോഷം ഉണ്ടാവും. ബട്ട് പിന്നെ നമ്മൾ ഓർമ്മിക്കും ഇവർ നമ്മുടെ കൂടെ ഇനിയില്ല, അപ്പോൾ അതെന്തായി, അതൊരു സങ്കടമായി മാറി. സോ അങ്ങനെ ഒരുപാട് ഇമോഷൻസ് തമ്മിലുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു യുദ്ധം പോലെ തന്നെയാണ് സെമിറ്ററികളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സെമിറ്ററികളെ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ് എന്ന് എസ്.കെ. പൊറ്റക്കാട് പറയാൻ കാരണം. നെക്സ്റ്റ്, വൈ ഡസ് ദി ഓഥർ ഡിസൈഡ് ടു പ്ലേസ് ദ ബുക്കെ അറ്റ് ദ ടൂംബ് ഓഫ് ചീക്കോ? എന്തുകൊണ്ടാണ് ചീക്കോയുടെ കല്ലറയുടെ മുകളിൽ അദ്ദേഹം ബുക്കെ വെക്കാൻ തീരുമാനിച്ചത്? ദി ഓഥർ പ്ലേസ് ദ ഫ്ലവേഴ്സ് അറ്റ് ചീക്കോസ് ഗ്രേവ് ടു ഷോ റെസ്പെക്റ്റ് ആൻഡ് കൈൻഡ്നെസ്. ഹി ഫെൽറ്റ് മൂവ്ഡ് ബൈ ദ ലവ് the old couple had for their son and wanted to do something special for the boy who was remembered with such care and love. എന്താണ്, അദ്ദേഹം ഈ വൃദ്ധരായ കപ്പിളിനെ കണ്ടപ്പോൾ, അവരുടെ ഇഷ്ടം കണ്ടപ്പോൾ അദ്ദേഹം മൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഷോക്കായിപ്പോയി അല്ലേ, ഒന്ന് നമ്മുടെ ഭയങ്കര ടച്ച് ചെയ്തു, നമ്മളെ ഹാർട്ട് ടച്ച് ചെയ്തെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റോറി, ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായിരുന്നു, ഈ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്ന് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ ആ ബുക്കെ എന്തായാലും ഷെല്ലിക്ക് വാങ്ങിയതാണ്, എവിടെയെങ്കിലും വെക്കണം. സോ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ആ ബുക്കെ ചീക്കോയുടെ കല്ലറയുടെ മുകളിൽ വെച്ചു. ഓക്കെ, യെസ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ സമ്മറി. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒന്ന് സ്പീഡുള്ള സമ്മറി, ജസ്റ്റ് മുഴുവൻ കഥയില്ല എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മലയാളം സമ്മറി, നമ്മുടെ സ്റ്റുഡൻ്റായ ഫൗസിയ ഉണ്ടാക്കിയ മലയാളം സമ്മറിയാണ്. അത് നമ്മളൊരു കോമ്പറ്റീഷൻ പോലെ ഗ്രൂപ്പിലാക്കിയിട്ട് ഫസ്റ്റ് കിട്ടിയതാണ്. അതും കൂടി ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് സമ്മറി നോക്കാം. ദ ഗിഫ്റ്റ്. ജസ്റ്റ് വായിച്ച് പോവാം, മീനിങ്ങിലേക്ക് പോകുന്നില്ല. മീനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ നല്ല സ്ലോ ആയിട്ട് വായിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായിക്കാൻ ശ്രമിക്കാം. In the story by S.K. Pottekkatt, the narrator visits a cemetery in Rome, hoping to find the grave of the famous poet Shelley. On the way, he buys a bouquet of flowers and learns from a soldier that Shelley's tomb is at a different cemetery. Despite this disappointment, the narrator decides to explore the cemetery he is in. The cemetery, described as a calm and beautiful place, is filled with graves of people from all walks of life. The narrator observes how people come to the cemetery to remember and honor their loved ones. He is moved by the sight of an old couple visiting their son's grave, bringing flowers and a toy airplane. The couple treats their son's grave with great love, as if he were still a child. The narrator places his bouquet at the grave of a child named Chico, realizing that for the old couple, their son will always be a young boy, even though he passed away many years ago. The story reflects on how cemeteries are places of deep emotion and remembrance, where people continue to cherish their loved ones even after they have gone. സോ ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, സമ്മറി ഇതാണ്. നിങ്ങളൊന്നും കൂടി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിൻ്റെ മലയാളം സമ്മറി നോക്കി വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കാം. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ദ ഗിഫ്റ്റ്. S.K. പൊറ്റക്കാടിൻ്റെ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായ ഒരു കഥയാണ് ദ ഗിഫ്റ്റ്. ഈ കഥയിൽ അദ്ദേഹം പറയുന്നത് ഒരു പ്രശസ്തനായ ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ
ശവകുടീരം കാണുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം സെമിത്തേരിയിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായി അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. ബസ്സിൽ നിന്നും ഇറങ്ങി സെമിത്തേരിയിലേക്ക് നടന്നു നീങ്ങുമ്പോഴും അവിടെയുള്ള പൂന്തോട്ടത്തിനെക്കുറിച്ചും പൂവുകൾ വിൽക്കുന്നതിനായി നിൽക്കുന്നവരെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു പൂച്ചെണ്ട് വാങ്ങിച്ചുകൊണ്ട് കാവൽക്കാരനോട് ഷെല്ലിയുടെ ശവകുടീരത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതവിടെയല്ല എന്നും അദ്ദേഹത്തിന് മറുപടി നിരാശയോടെ വൈകുന്നേരമായതുകൊണ്ട് അവിടെ പൂട്ടിയിട്ടുണ്ടാകും എന്നും കരുതി അദ്ദേഹം അവിടെ നിന്നു. സെമിത്തേരിയിൽ വരുന്ന ഓരോരുത്തരെയും ആ ശ്മശാനത്തെക്കുറിച്ച് തന്നെയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ചരമവാർഷികത്തിൽ മരിച്ചവരെ തേടി പൂക്കളുമായി എത്തുന്നവരുടെ തിരക്ക് അവിടെ കാണാമായിരുന്നു. അപ്പോഴാണ് ഒരു വൃദ്ധയെയും വടിയുമായി നിൽക്കുന്ന വൃദ്ധനെയും കണ്ടത്. അവർ ഒരു ചെറിയ ശവക്കല്ലറുടെ മുന്നിൽ ഒരു കളിപ്പാട്ടവുമായി ഇരിക്കുന്നു. അവരുടെ കയ്യിലെ പൂച്ചെണ്ട് അവിടെ വെച്ചു. ശേഷം കളിപ്പാട്ടവും വള്ളിച്ചെടികളുടെ സമീപം വെച്ചു. ആ ശവക്കല്ലറയിൽ ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെയുള്ള ലാളനയും സ്നേഹവും പരിഗണനയും കണ്ട അദ്ദേഹം അവർ പോയപ്പോൾ ആ ശവക്കല്ലറയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അതൊരു 9 വയസ്സുള്ള കുട്ടിയുടെ ശവക്കല്ലറയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ കയ്യിലെ പൂച്ചെണ്ട് അവിടെ വെച്ചു. ചിക്കുവിൻ്റെ മരണം ഇല്ലാതാക്കുകയായിരുന്നു അത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫൗസിയ ഉണ്ടാക്കിയ സമ്മറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വോട്ടിങ്ങിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് വാങ്ങിയതാണ്. സോ താങ്ക് യു ആൻഡ് കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ, നമ്മുടെ ഫുൾ സംഭവങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു, നമ്മൾ സമ്മറി പറഞ്ഞു, പിന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, എന്തൊക്കെയാണ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിതിൻ്റെ ആക്ടിവിറ്റി മാത്രമേ ബാക്കിയുള്ളൂ. ആക്ടിവിറ്റിയും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും പഠിക്കാം, എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ നല്ല എക്സ്പ്ലനേഷനുള്ള വീഡിയോ ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും റെഡി ആയി. ഓക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഒബിച്വറിയും എപ്പിറ്റാഫും കൂടി കിട്ടിക്കാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അത് വേണമെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് എല്ലാ ആക്ടിവിറ്റിയും ഒരുമിച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ 2 വീഡിയോസും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. Okay, so thank you so much for watching. Please leave your comments and all your suggestions for the future classes. And don't forget to like this video and please share this video with at least 2 of your friends or friend groups. And that's it. Goodbye. I'll see you in the next one.